നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ പ്രവാസികൾക്ക് വർക്ക് പെർമിറ്റ് മാറ്റാൻ അനുമതി നൽകിയിരിക്കുകയാണ് മന്ത്രാലയം. സർക്കാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികൾക്ക് സ്വകാര്യ മേഖലയിലെ ജോലികളിലേക്ക് മാറാമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ കീഴിലുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്പോൺസറുടെ അനുമതിയോടെ സ്വകാര്യ മേഖലയിലേക്ക് മാറാൻ അനുമതി നൽകിയത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലവും പതിനായിരക്കണക്കിന് പ്രവാസികൾ കുവൈറ്റ് വിട്ടതിനെ തുടർന്നാണ് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ക്ഷാമം രൂക്ഷമായത്. മന്ത്രാലയങ്ങൾ, സർക്കാർ ഏജൻസികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്കാണ് വർക്ക് പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ അനുമതി നൽകിയിട്ടുള്ളത്. ആശ്രിത വിസയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ സൗകര്യം ലഭിക്കും. അതേസമയം സർക്കാർ കോൺട്രാക്റ്റുകളിലും ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് വർക്ക് പെർമിറ്റുകൾ മാറാൻ സാധിക്കില്ല എന്നും മാൻ പവർ അതോറിറ്റി അറിയിച്ചു. നിലവിൽ കുവൈറ്റിലുള്ളവർക്ക് സ്പോൺസറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സൗകര്യം ലഭിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട ചില മേഖലകളിലേക്ക് വർക്ക് പെർമിറ്റ് മാറ്റുന്നതിന് പ്രവാസികൾക്ക് നിലവിലുള്ള വിലക്ക് നീക്കിയതായും അതോറിറ്റി വ്യക്തമാക്കി. വ്യവസായം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഫ്രീ ട്രേഡ് സോൺ തുടങ്ങിയ മേഖലകളിലേക്ക് തൊഴിൽ മാറുന്നതിനുള്ള വിലക്കാണ് നീക്കിയത്. കോവിഡ് വ്യാപനം രാജ്യത്തെ തൊഴിൽ മേഖലയിൽ സൃഷ്ടിച്ച മാറ്റങ്ങളാണ് പുതിയ തീരുമാനങ്ങൾക്ക് പിന്നിൽ. തൊഴിൽ മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ പ്രത്യേകിച്ച് പ്രവാസികളെ വൻതോതിൽ ആശ്രയിക്കുന്ന രാജ്യമാണ് കുവൈറ്റ്. സ്വകാര്യ മേഖലയിലെ 90% തൊഴിലാളികളിലും ഏർപ്പെട്ടിരിക്കുന്നത് പ്രവാസികളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കുവൈറ്റിൽ നിന്ന് 1.3 ലക്ഷം പ്രവാസികൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാരണം തൊഴിൽ നഷ്ടപ്പെട്ടും വിസ കാലാവധി തീർന്നതുമൊക്കെയാണ് ഇതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.